ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് ഹെയർ സ്പാ ആണ്. ഹെയറിന്റെ കെയറിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ. ഇത് എങ്ങനെ ചെയ്യാം, ഏതൊക്കെ തരത്തിൽ സ്പാകളുണ്ട്, എന്തിനാണ് ചെയ്യുന്നത്, എല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. സ്റ്റെപ്സ് ഓഫ് ഹെയർ സ്പാ. ആദ്യമായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള ഓയിൽസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പായുടെ ക്രീം ഉപയോഗിച്ച് മസാജ് ചെയ്യാം. സ്കാൽപ്പിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാനായിട്ടും അങ്ങനെ തന്നെ ഹെയറിന്റെ റൂട്ട് സ്ട്രെങ്തൻ ആവാനും അല്ലെങ്കിൽ സ്ട്രോങ് ആവാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തായിട്ട് സ്റ്റീം കൊടുക്കുക എന്നുള്ളതാണ്. സ്കാൽപ്പിലെ പോസ് എല്ലാം ഓപ്പൺ ആവുകയും അങ്ങനെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റിന് ഉപയോഗിച്ച ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഷാംപൂ വാഷ് കൊടുക്കും. ഹെയറിന്റെ ടൈപ്പിനനുസരിച്ചിട്ട് സ്യൂട്ടായിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് ഹെയർ ക്ലെൻസ് ചെയ്യും. ഷാംപൂ കഴിഞ്ഞിട്ട് നമുക്കൊരു നറിഷിങ് മാസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷണർ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഹെയറിന് ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ടും റിപ്പയർ ചെയ്യാനായിട്ടും മുടി നല്ല ഷൈനിങ് ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് ടവൽ ഡ്രൈ കൊടുക്കാം. അങ്ങനെ ഫൈനലി നമുക്കൊരു സിറം യൂസ് ചെയ്തിട്ട് നമുക്കത് ഹെയറിന് നന്നായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് നിലനിർത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും പല തരത്തിലുള്ള ഹെയർ സ്പാകളുണ്ട്. അപ്പോൾ ഈ ഓരോ ഹെയർ സ്പായും എന്തിനാണെന്ന് നമുക്ക് നോക്കാം. പലതരത്തിൽ ഹെയർ സ്പാ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമായിട്ട് പറയാനുള്ളത് ആന്റി ഡാൻഡ്രഫ് സ്പാ ആണ്. ഇത് പേര് പോലെ തന്നെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ സ്പാ, അങ്ങനെ ഒരു സ്പാ ഉണ്ട്. ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനായിട്ടും റൂട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പായാണിത്. അടുത്തതായിട്ട് ഹൈഡ്രേറ്റിംഗ് സ്പാ ആണ്. ഡ്രൈനെസ് കുറയ്ക്കാനായിട്ടും ഫ്രീസിനെസ് ആയിട്ടുള്ള ഹെയർ അതിൻ്റെ നീക്കം ചെയ്യാനും ഒക്കെ വേണ്ടി മുടി മോയ്സ്ചറൈസർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്പായാണിത്. കളർ പ്രൊട്ടക്ഷൻ സ്പാ. കളേർഡ് ഹെയറുകാരും അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റഡ് ഹെയറുകാരും ഒക്കെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അതിൻ്റെ ആ ഒരു കളർ ചെയ്തതിൻ്റെ ഷൈനിങ് നിലനിർത്താനായിട്ടും പ്രൊട്ടക്ഷൻ നിലനിർത്താനും വേണ്ടി ചെയ്യേണ്ടതാണ് ഈ കളർ പ്രൊട്ടക്ഷൻ സ്പാ. ഇനി സ്മൂത്തനിങ് സ്പാ. നമുക്ക് കെമിക്കലി അതായത് കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഹെയർസ്, സ്മൂത്തനിങ് ആണല്ലോ, സ്ട്രൈറ്റനിങ്, ബോട്ടോക്സ് അങ്ങനത്തെ പോലത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞ ഹെയർ ആണെന്നുണ്ടെങ്കിൽ സ്മൂത്തനിങ് സ്പായാണ് ചെയ്യേണ്ടത്. ഇനി ആന്റി ഏജിങ് സ്പാ എന്ന് പറഞ്ഞിട്ടൊരു സ്പാ ഉണ്ട്. ഏജിങ് റിലേറ്റഡ് ആയിട്ട് മുടിക്കുണ്ടായേക്കാവുന്ന പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ടും സ്ട്രെങ്തന് വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ആന്റി ഏജിങ് സ്പാ. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ സ്പാ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഡാൻഡ്രഫ്, ഡ്രൈനസ്, സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാനായിട്ടും അതിൻ്റെ ഭംഗി നിലനിർത്താനും വേണ്ടിയിട്ട് നമ്മൾ മന്ത്ലി വൺസ് ഹെയർ സ്പാ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫ് കിട്ടും. നല്ല മസാജിങ് കിട്ടുന്നത് വഴി തന്നെ സ്ട്രെസ് നന്നായിട്ട് റിലീഫ് ആകുന്നു. അതുപോലെ തന്നെ നല്ലൊരു നമുക്ക് നല്ലതായിട്ട് ഉറക്കം കിട്ടാനായിട്ടും ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഡിറ്റോക്സിഫൈ ചെയ്തിരിക്കാനും ഒക്കെ ഒത്തിരി നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹെയർ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും ഷൈനിങ് ആയിട്ട് ഇരിക്കാനായിട്ടും അതുപോലെ നല്ലൊരു വോളിയം ഫീൽ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പം ഹെയർ സ്പാ എന്താണെന്നും പലതരത്തിലെ സ്പാകളുണ്ടെന്നും ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ഓരോന്നും ഉപയോഗിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ സ്പായെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ എഴുതി ചോദിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.